സ്നേഹമുള്ളവരെ, പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ഇടവകയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന സുവർണ മൊഴിയിൽ 4-ാമത്തെ ആഴ്ച വചന വിചിന്തനം നടത്തുന്നത് അഞ്ജന ബിജു ആളുക്കാരൻ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് നാം വചന വിചിന്തനത്തിനായി എടുക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യമാണ്. ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയും കണ്ണുകളെയും നമ്മുടെ ബന്ധങ്ങളെയും കുറിച്ചാണ്. വിവാഹം എന്ന പവിത്രമായ കൂദാശയുടെ പവിത്രതയെ കുറിച്ച് ഈശോ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം അനുദിന ജീവിതത്തോട് നമുക്ക് അടുത്തു നിൽക്കുന്ന ഒരു കാര്യമാണ്. വ്യഭിചാരം ചെയ്യരുത് ഈശോ പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൊണ്ട് ഈശോ പറയുകയാണ്, സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു. പാപം ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ്. പ്രായോഗികമായി പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നതും ആത്മാവിനെ സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യനാണോ നിനക്ക് പ്രലോഭനം വരും? പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങളെ പരിപോഷിപ്പിക്കുമ്പോഴാണ് അവയെല്ലാം അപകടത്തിലേക്ക് നയിക്കുന്നത്. കണ്ണിനെ പറ്റി ഈശോ ശക്തമായി പറയുന്നത്, നിന്റെ കണ്ണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അതിനെ നിങ്ങൾ നീക്കം ചെയ്യണം. നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ എടുത്തു കളയുക എന്നതല്ല, മറിച്ച് നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന യാതൊരു കാഴ്ചയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത് എന്നതാണ്. തിന്മയിലേക്ക് പോകാനുള്ള വഴികൾ നമ്മൾ തന്നെ തടയണം. മൊബൈൽ ഫോൺ ഉപയോഗം, ചില വെബ്സൈറ്റുകൾ, ചില സോഷ്യൽ മീഡിയ പേജുകൾ, ഇവയുടെ ഉപയോഗം ചിലപ്പോഴൊക്കെ നമ്മെ പാപത്തിലേക്ക് നയിക്കാം. നമ്മുടെ ചില ബന്ധങ്ങൾ നമ്മുടെ ഹൃദയത്തെ തെറ്റിന്റെ വഴിയിലേക്ക് നയിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കണം. തെറ്റായ കാഴ്ചകൾ നമ്മുടെ മനസ്സിനെയും ചിന്തയെയും ആത്മാവിനെയും നശിപ്പിക്കുന്നു. ലോക സൗകര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുവാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ഈശോ വിവാഹത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. വിവാഹം ഒരു വാഗ്ദാനമാണ്. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിന്റെ അടിസ്ഥാനമാണ്. പരസ്പരം ക്ഷമിച്ച്, സഹനങ്ങൾ സ്വീകരിച്ച്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, സ്നേഹത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് വിവാഹത്തിന്റെ ദൈവികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ഈശോയോട് ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് ദാമ്പത്യ ജീവിതം പൂർണ്ണമാകുന്നത്. പ്രിയമുള്ളവരെ, ഈശോയുടെ ആഗ്രഹം എന്തിനേക്കാളും ഉപരിയായി നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധതയും സത്യസന്ധതയുമാണ്. ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. സത്യസന്ധമായി ശുദ്ധതയോടെ ജീവിച്ചാൽ നമുക്ക് ഹൃദയത്തിൽ സമാധാനം കണ്ടെത്തുവാൻ സാധിക്കും. ദൈവത്തിന്റെ മുൻപിൽ തുറന്ന മനസ്സോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മനസ്സിനെ തെറ്റിന്റെ വഴിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെക്കുക. ജീവിത പങ്കാളിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുവാൻ പരിശ്രമിക്കുക. പഴയ ചില കാര്യങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. ശരീരത്തിന്റെ ശുദ്ധതയ്ക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച വിശുദ്ധ മരിയ ഗോരോത്തിയെ പോലെ നമ്മളും നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാം. ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് ജീവിക്കാം. നീ ഒരു ചെറിയ ചുവട് വെച്ചാൽ മതി, ബാക്കി നിന്റെ ദൈവം നോക്കിക്കോളും. കാരണം ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി കാണുന്നവനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു.